തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു റിഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2003 നവംബർ 1 കേരളപ്പിറവിയോടനുബന്ധിച്ച് ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കേരള സർവോദയ സംഘമായിട്ട് ചേർന്നുകൊണ്ട് കുത്തനൂരിലെ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള 40 സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണ സെമിനാർ 3 ദിവസത്തെ പ്രോഗ്രാമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് 2-3 ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. അതോടൊപ്പം തന്നെ പകൽ സമയത്ത് പുത്തനൂർ മുഴുവൻ വണ്ടിയെടുത്ത് അംഗൻവാടികളും ടൈലർ ഷോപ്പുകളും മറ്റുള്ള ബാർബർ ഷോപ്പുകൾ കുട്ടികളുടെ സർവേ എടുത്തു. 56 കുട്ടികളുടെ സർവേ ലിസ്റ്റ് കിട്ടി. പുത്തനൂർ ഹൈസ്കൂളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി. 2003 തന്നെ ഡിസംബർ മാസം 8-ാം തീയതി ലോക ബുദ്ധിമാന്യ ദിനത്തോടനുബന്ധിച്ച് മിൽ റോഡിൽ സെന്റർ ആരംഭിച്ചു. അന്ന് തൊട്ട് എനിക്കൊപ്പം ചിറകുകളായിട്ട് 2 ഭാഗത്ത് ഒരാള് ശാന്തകുമാറും ഒരാള് ഉല്ലാസേട്ടനും അന്ന് തൊട്ട് എനിക്ക് എന്നൊപ്പം ഉണ്ട്. അവരുടെയൊക്കെ അവരുടെയും പിന്നെ ഈ കുത്തനൂരിലുള്ള എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. 35-40ഓളം കുട്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 30 താഴെ കുട്ടികൾ ഡെയിലി വരും. അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ നിന്ന് വണ്ടി രാവിലെ കൊണ്ടുവന്ന് വിളിച്ചിട്ട് വന്ന് വൈകുന്നേരം കൊണ്ടാക്കും. ഈ ഇവിടുത്തെ 2019 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു കുട്ടി 2 വെള്ളി മെഡൽ കരസ്ഥമാക്കിയിട്ട് വന്നു. വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും പറയും, ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ വീട്ടിൽ സംസാരിക്കും. പിന്നെ ഇപ്പോൾ അവർ യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയും, ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ പറയും, ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ പറയും, മതിയെങ്കിലും മതി പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നല്ല മാറ്റം ഉണ്ടായി. അത് ഞങ്ങൾ ഇതാവണം. ഒരു പാരന്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ. എനിക്ക് 2 മക്കളാണ്. തേജസ് സ്കൂളിൽ ആണ് ഇവര് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ചെയർമാനായിട്ട് രാജേഷേട്ടൻ മുഖാന്തരമാണ് ചേർന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ മക്കളായിട്ട് 4 പേരും ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഭാര്യയ്ക്ക് ഇടയ്ക്ക് പോകാൻ പറ്റില്ല. 2 മക്കളായതുകൊണ്ട് ഇടയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥാപനമുള്ളതുകൊണ്ട് രാവിലെ 10:00 പോയാൽ ഭാര്യയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയും. ഇങ്ങനൊരു സ്ഥാപനം ഉള്ളവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും ഒന്നും പോകാനും പറ്റണം, 2 മക്കളായതുകൊണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് അതിൻ്റെതായ ഗുണം മക്കൾക്കുണ്ട്. ഒരുപാട് നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല, ചെറിയൊരു വ്യത്യാസം അവർക്കുണ്ട്. മുമ്പ് വീട്ടിലൊക്കെ മുള്ളു വേലിയായിരുന്നു, ഓടിക്കളിച്ച അത് മുള്ളു വേലിയൊന്നും ഒരു ബോധമൊന്നുമില്ല. അത് കൂടെയൊക്കെ ചാടി 4 പേർ ഓടും. ഞാൻ ഒരു മാന്റെ കൂടെ ഓടും, വൈഫ് വേറെ മാന്റെ കൂടെ ഓടും. അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിനുശേഷം ഈ സ്കൂളിൽ വന്നപ്പോൾ ഒരുപാട് ഒത്തിരി ഒതുങ്ങിയിരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്ന് ഒതുങ്ങിയിരിക്കാനും അവരിപ്പോ പ്രാപ്തരാണ്. പിന്നെ ഇത്രയും സ്ഥാപനങ്ങളാണ് എന്നെ പോലുള്ള രക്ഷിതാക്കൾക്ക് എന്താ പറയുക ഒരു മുതൽക്കൂട്ട്. അതിന് നമുക്ക് ഇത് നടത്താനുള്ള മനസ്കത ഉള്ള ആൾക്കാർ മാത്രം പോരാ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും കുട്ടികൾക്കും ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കൾക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റും മുന്നോട്ട് അവർ നൽകിയാലേ ഈ സ്ഥാപനങ്ങളും എന്നെപ്പോലുള്ള രക്ഷിതാക്കൾക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ പറഞ്ഞാൽ തീരില്ല. അത് ഇത്രയും സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ഒരു 50% ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 3-4 സ്റ്റാഫുണ്ട്. വണ്ടി ഡെയിലി ഞങ്ങൾ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് വാഹനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇവിടെ പ്രവേശനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിനോ ₹1 ഫീസ് ഞങ്ങൾ വാങ്ങിക്കാറില്ല. അവരെ എല്ലാം ഫ്രീ ആണ്. അവർക്ക് പിന്നീട് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിഷമമാണ് സഹായമാണ് പറഞ്ഞാൽ അത് ഞങ്ങളാലാവുന്നത് ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ പരിധി നിൽക്കാത്തത് വേറെ ആരെങ്കിലും ചെയ്യാൻ സഹായമുള്ളവരുടെ അടുത്ത് അത് അന്യമായിട്ടൊരു കാര്യമുണ്ട്, വണ്ടി ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു മാസം ടീച്ചേഴ്സിന് സാലറി കൊടുക്കണം, വണ്ടിൻ്റെ ഇന്ധന ചെലവുണ്ട്, വണ്ടിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചുരുങ്ങിയത് ഒരു 40-50 ഉറുപ്പിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ചിലവുണ്ട്. ഇന്നേ വരെ ദൈവം സഹായിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് പലരും സഹായിച്ച് ഞങ്ങളിങ്ങനെ എത്തിച്ചു പോന്നിട്ടുണ്ട്. ഡൈനിങ് ഹാൾ വിത്ത് കിച്ചൺ ഞങ്ങൾക്കില്ല. അതിൻ്റെ ആദ്യം കൂടി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു സൗകര്യമാണ്. അതിന് പലരും 1-4-5 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളാവുന്ന എന്തെങ്കിലും ചെയ്തു തരാമെന്ന്. അതിന് ഏകദേശം ഒരു 10-20 ലക്ഷം മേലെ ആകും. ഡൈനിങ് ഹാൾ വിത്ത് കിച്ചൺ വിത്ത് ടോയ്ലറ്റ് എല്ലാം കൂടി വേണം.
പിന്നെ അത് കൂടാതെ ഒരു 4 ക്ലാസ് റൂം ഫിസിയോതെറാപ്പി, അങ്ങനെ പല റൂമുകളുണ്ട്, അതും കൂടി വേണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം ഞങ്ങൾക്ക് 1.5 ഏക്കർ ഉണ്ട്. ഞങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവർ ആരാണെങ്കിലും ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. 2023 നവംബർ 1-ാം തീയതി തൊട്ട് തുടക്കം കുറിച്ചിട്ടുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ 22 വർഷമായി നല്ല രീതിയിൽ തന്നെ മുടങ്ങാതെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ പ്രവർത്തനത്തിന് അന്ന് തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സ്വപ്നം, ഇവിടെ ഈ സ്ഥലം കിട്ടിയ ആ വേളയിൽ ഇവിടെ ഈ തല മുതൽ ആ തല വരെ ഒരു 3 നില ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ താഴത്തെ നിലയിൽ മുഴുവൻ ട്രെയിനിങ് സംവിധാനവും, മുകളിലത്തെ നിലയിൽ അവർക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ, അതിനു മുകളിൽ അവരുടെ ഹോസ്റ്റല് സൗകര്യത്തോടു കൂടിയിട്ട് ഒരു 10, 200, 250 കുട്ടികൾക്ക്, അന്ന് നമ്മൾ എല്ലാം സർവേ എടുത്ത് വെച്ചിട്ടുണ്ട്. 10-250 കുട്ടികളുടെ സർവേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുത്തനൂർ, കുഴമന്നം, കോട്ടായം, മാത്തൂർ, പെരുങ്ങോട്ടുകൃഷി തുടങ്ങിയുള്ള 5 പഞ്ചായത്തുകളിൽ നിന്നായിട്ട് 250-ലേറെ കുട്ടികളുടെ സർവേ എടുത്ത് ഇവിടെ ഡീറ്റെയിൽ സർവേ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ഒരാഴ്ച, ശനിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോവുക, തിങ്കളാഴ്ച രാവിലെ ഇവിടേക്ക് വരിക എന്നുള്ള സംവിധാനത്തിൽ ഒരു ഹോം പോലെ ഇവിടെ ഒരു സെന്റർ തുടങ്ങണം എന്നാണ് മനസ്സിൽ. അഗ്രികൾച്ചറൽ തെറാപ്പിക്കായിട്ട് കുറച്ച് സ്ഥലം പച്ചക്കറി ചെയ്യാനും, വാട്ടർ തെറാപ്പി നടത്തുന്നതിന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള്, പിന്നെ അതിനോടൊപ്പം ഈ ഫിസിയോതെറാപ്പി, അവരുടെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി, അങ്ങനെ പല വിധത്തിലുള്ള തെറാപ്പികൾ, പിന്നെ സ്പീച്ച് തെറാപ്പി, ഹിയറിംഗ് തെറാപ്പി പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റുകളെ വെച്ചുകൊണ്ടും അവരുടെ പ്രവർത്തനം ഈ സെന്ററിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സെന്റർ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഞങ്ങൾക്കൊക്കെ വയസ്സ് ആയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഇത് ഏറ്റെടുത്തിട്ട് അവരെങ്കിലും നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിതിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി ആളുകളുടെ ഈ പരിസരത്തുള്ള വീടുകളിലായാലും ശരി, അവരുടെ കുട്ടികൾക്ക് ബർത്ത്ഡേ ആയാലും ശരി, കല്യാണങ്ങളായാലും ശരി, കല്യാണ വാർഷികമായാലും, പിന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ ആ ആഘോഷത്തിൽ ഒരു 10% പേരെങ്കിലും ഈ സ്ഥാപനത്തിൽ ഈ കുട്ടികളോടൊപ്പം വന്ന് ആഘോഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രേരണ, ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ള പ്രേരണ. വണ്ടി നമ്മൾക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഡൊണേറ്റ് ചെയ്തതാണ്. പക്ഷെ മാസം അതിന് നല്ലൊരു എമൗണ്ട് ഇന്ധന ചെലവായിട്ട് വരുന്നു, മെയിൻ്റെനൻസ് ചെലവായിട്ട് വരുന്നു, ടയർ മറ്റുള്ള ചെലവുകൾ അത് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു 50,000, 70,000, 80,000 മുകളിൽ നമുക്ക് ഒരു മാസം ചെലവ് നമുക്ക് വരുന്നുണ്ട്. മാസം ചിലപ്പോൾ 4 ടയർ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മുകളിൽ ചെലവ് വരും. അപ്പോൾ അത് നമുക്ക് എന്തായാലും അത് മിനിമം 50-60 റുപ്യ മിനിമം വരും. പിന്നെ അതിൽ നിന്ന് കൂടുതലാണ്ട് കമ്മിയാവില്ല. ഞങ്ങളിവിടെ തുടങ്ങി ശേഷം ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആയിരുന്നോ ഒരു ഇതുമില്ല. അപ്പോൾ ഞങ്ങളെ അറിയുന്നവർ കൊണ്ട് തരുന്ന സഹായങ്ങളാണ്. ഇന്നത്തെ കുട്ടികൾ പറയുമ്പോൾ ആർക്കും ഇതിൽ ക്ഷമ വേണം. ചിലപ്പോൾ ഞങ്ങൾ വണ്ടി പോയി നിർത്തി, ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. ഞങ്ങളെ കണ്ടാൽ ഈ കുട്ടികളെപ്പോഴും പെട്ടെന്ന് റെഡിയാവും. ഞങ്ങൾ പറഞ്ഞ അനുസരിക്കും, വീട്ടുകാർ പറഞ്ഞ അനുസരിക്കില്ല. ചില ദിവസങ്ങളിൽ പോയി നിന്ന് അവരെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് കൂട്ടിയിട്ട് വരേണ്ടി വരും. അപ്പം അതിനുള്ള ക്ഷമയൊന്നും ഇപ്പോൾ വരുന്ന ഡ്രൈവർമാർക്കില്ല. രാവിലെ ഞാൻ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. ഒരു ടീച്ചറും ഉണ്ടാവും കൂടെ. പോയി ഞങ്ങൾ കുത്തനൂർ, കോൾമന്നം, ചുങ്കമന്നം, കോട്ടയം, മാത്തൂർ 3-4 പഞ്ചായത്തുകൾ ചുറ്റിക്കറങ്ങി ഒരു ഇതായിട്ട് വരും. അങ്ങനെയാണ് ഇവിടെ വരുന്നത് ദിവസം. അതേപോലെ തിരിച്ചും വൈകുന്നേരം തിരിച്ചും കൊണ്ടാക്കുകയാണ്. എന്താ പറയുക, ഭാര്യയൊന്നും ഒരൊപ്പം ഞങ്ങൾ ഫീസ് മേടിക്കാതാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കുട്ടികളെന്നാലും രക്ഷിതാക്കളെന്നാലും വാഹനത്തിനോ ഏതിനും ഞങ്ങൾ ഫീസ് മേടിക്കുന്നില്ല. അപ്പം ആ ഇതോടുകൂടി ചെയ്യുന്നുണ്ട്. അത് എന്നും എത്തിവരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഈ കുട്ടികളുടെ ഇവിടുത്തെ ഇത് കണ്ടിട്ട് അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ള സന്തോഷം. അവർക്കിപ്പോൾ അവർ പറഞ്ഞാൽ അനുസരിക്കാത്ത ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, അവർക്കുമുണ്ട്. അവർ വീട്ടിൽ എന്തെങ്കിലും ഒരു 4 ദിവസം ഇരുന്നിട്ട് അവർ അനുസരിക്കില്ല പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വെക്കണവരാണ്, അവരനുസരിക്കും, ഉറപ്പാണ്. അവർക്ക് അതൊരു സമാധാനമുണ്ട്. പിന്നെ പല ഹെൽത്ത് സെന്ററിൽ നിന്ന് പല മെഡിക്കൽ ക്യാമ്പുകളും അവരെല്ലാം ചെയ്തു തരാറുണ്ട്.
ഏത് ഇവിടെ സർക്കാരിന്റെ ഏത് പഞ്ചായത്തിൽ നിന്നായാലും എല്ലാവരും ഞങ്ങളെ സഹകരിക്കാറുണ്ട്. പഞ്ചായത്ത് ഞങ്ങൾക്ക് ഈ ബിൽഡിങ്ങിന് ടാക്സ് ഫ്രീ ആണ്, ഞങ്ങൾക്ക് ടാക്സ് വേണ്ട. അതിനുള്ള അതേപോലെ KCB ഞങ്ങൾക്ക് താരിഫ് കമ്മിയാക്കിയിട്ടാണ് ഇട്ട് തന്നിരിക്കുന്നത്. എൻ്റെ പേര് രാജിയാണ്. ഞാനിവിടെ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഒന്നാമത്തെ ഇവിടെ വരാൻ കാരണം എനിക്കൊരു വയ്യാത്ത കുട്ടിയുണ്ട്, 10-25 വയസ്സായി. പക്ഷെ നല്ല വയലൻ്റായിട്ട് ഇരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ അവന് നല്ല വ്യത്യാസം വന്നു. കുഴപ്പമൊന്നുമില്ല, അത്ര വയലൻ്റ് ആകില്ല, പറഞ്ഞനുസരിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളോട് കൂടിയിട്ട് ഇടപഴകുമ്പോൾ നമുക്കതൊരു സന്തോഷം. പിന്നെ ഇവിടെ ഫീസ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല. പിന്നെ കുട്ടികളാണെങ്കിലും ഇപ്പോൾ വീട്ടിനേക്കാളും ഇവിടെ നമ്മൾ പറയുന്നത് അത്ര അനുസരിച്ചിട്ട് നല്ല സ്നേഹത്തോടെ കൂടിയിട്ട് നമ്മുടെ അടുത്ത് ഇടപഴകാനും എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം വരുന്ന സമയത്തൊന്നും കുട്ടികൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ല. ഒന്നാമത് കുട്ടികൾ നമ്മുടെ അടുത്ത് വയലൻ്റ് ആവും, നമ്മളെ തല്ലും അടിക്കും അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ അവർ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല. ഡ്രസ്സ് മാറ്റാനോ ടോയ്ലറ്റ് പോവാനോ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ചായിട്ട് അതങ്ങനെ ഇവിടെ പരിശീലിപ്പിച്ച് അങ്ങനെ എടുത്ത പിന്നെ ഇപ്പൊ അവര് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു. 100% പഠിച്ചു. അവരൊരു സ്വന്തം കാര്യം ചെയ്യാനൊക്കെ പഠിച്ചു. ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞ വൊക്കേഷനിലാണ്. അല്ല, ഇവിടെ ഇവർക്ക് ആവശ്യം എന്ന് പറയാണ് എക്സസൈസ് ചെയ്യാനുള്ള മെഷീനറീസ്, പിന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധനങ്ങൾ, ടൈലറിങ്, അങ്ങനത്തെ പെൺകുട്ടികൾക്കാവുമ്പോൾ സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനത്തെ ബോയ്സിന് പെൻ മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പഠിപ്പിച്ചെടുക്കാനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. പ്രൈമറി, സെക്കൻഡറി അങ്ങനെ ലെവൽ ഇവിടെ ഇല്ല. ഇവിടെ വൊക്കേഷണൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ചാനലിലൂടെ കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കാണുന്ന ഈ ഒരു വിഷയം ഈ സ്ഥാപനത്തിലേക്ക് വന്ന് കണ്ട്, കുട്ടികളെ വന്ന് കണ്ട് നിങ്ങളാലാവുന്ന എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുവാനും ഇവിടെ വന്ന് ഈ കുട്ടികളെ ഒന്ന് കാണാനും ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങളെ ഓരോരുത്തരെ സന്തോഷത്തോടു കൂടിയിട്ട് ക്ഷണിച്ചു കൊള്ളുകയാണ്. ആയുർമന്ത്രയുടെ 1000-ഓളം വരുന്ന വിവിധ നിത്യോപയോഗ വസ്തുക്കൾ കേരളത്തിലെ എല്ലാ വീടുകളിലും സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. നിങ്ങൾക്കായി ഈ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നമാണ് റെഡ് ഒണിയൻ അഥവാ ചുവന്ന ഉള്ളി സോപ്പ്. ചുവന്ന ഉള്ളി സോപ്പിന്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഇനി പറയുന്നത്. 1. ചുവന്ന ഉള്ളി സോപ്പിന് നിങ്ങളുടെ മുടിക്കും ചർമ്മത്തിനും ധാരാളം ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയും. 2. ചുവന്ന ഉള്ളിക്ക് രോമകൂപങ്ങളെ പോഷിപ്പിക്കാനും അളവ് വർദ്ധിപ്പിക്കാനും മുടികൊഴിച്ചിൽ തടയാനും കഴിയും. വരണ്ട മുടി, തലയോട്ടി എന്നിവയ്ക്കും ഇത് സഹായിക്കും. 3. താരൻ ഉണ്ടാകാനുള്ള കാരണങ്ങളോട് പ്രതികൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ച് താരൻ തടയാൻ ചുവന്ന ഉള്ളിക്ക് കഴിയും. 4. ചുവന്നുള്ളിയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ തലയോട്ടിയിലെ ചൊറിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും. 5. ചുവന്നുള്ളിയുടെ ആന്റിഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു ചികിത്സിക്കാനും പൊട്ടൽ തടയാനും സഹായിക്കും. 6. ചുവന്ന ഉള്ളിയിലെ സൾഫർ സമ്പുഷ്ടമായ ഫൈറ്റോകെമിക്കലുകൾ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും നേർത്ത വരകളുടെയും ചുളിവുകളുടെയും രൂപം കുറയ്ക്കാൻ സഹായിക്കും. 7. ചുവന്ന ഉള്ളി മുടിക്ക് തിളക്കം നൽകാൻ സഹായിക്കും. 8. നരച്ച മുടിയുടെ ആരംഭം വൈകിപ്പിക്കാൻ ചുവന്ന ഉള്ളി സഹായിക്കും. 9. ചുവന്ന ഉള്ളി ക്വെർസെറ്റിന്റെ പ്രകൃതിദത്ത ഉറവിടമാണ്. ഇത് മുടിയെ സംരക്ഷിക്കാനും തലയോട്ടിയിലെ അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്ന ഒരു ആന്റിഓക്സിഡന്റ് ആണ്.